ഹരി ഓം നാരായണ. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 55. നിമേഷോന്മേഷാഭ്യാം പ്രളയമുദയം യാതി ജഗതി തവേത്യാഹുസ്സന്തോ ധരണിധരരാജന്യതനയേ ത്വദുന്മേഷാജ്ജാതം ജഗദിദമശേഷം പ്രളയതഃ പരിത്രാതും ശങ്കേ പരിഹൃതനിമേഷാസ്തവ ദൃശഃ. ജഗന്മാതാവായ നിൻ തിരുവടിയുടെ കണ്ണുകളുടെ ചലനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു, ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. അതുതന്നെയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത്. നിൻ തിരുവടി അവിടുത്തെ കൺചലനങ്ങളിലൂടെ ഈ ഭുവനങ്ങളൊക്കെയും പരിപാലിക്കുകയാണ്. അല്ലയോ പർവ്വതരാജപുത്രി, നിൻ തിരുവടി അവിടുത്തെ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഈ ജഗത്തൊക്കെയും പ്രളയത്തെയും ഉദയത്തെയും പ്രാപിക്കുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, നിൻ തിരുവടി കണ്ണടയ്ക്കുമ്പോൾ ഈ ജഗത്തൊക്കെയും ഇല്ലാതെയാകുന്നു. നിൻ തിരുവടി കൺ തുറക്കുമ്പോൾ ഈ ജഗത്തൊക്കെയും ഉദ്ഭവിക്കുന്നു എന്ന് വേദവ്യാസൻ തുടങ്ങിയ സൽപുരുഷന്മാർ പറയുന്നു. നിൻ തിരുവടി പക്ഷെ ഒരിക്കലും തൻ്റെ കണ്ണുകൾ അടയ്ക്കുന്നില്ല. അവിടുന്ന് നിമേഷങ്ങളെ, അതായത് കണ്ണടയ്ക്കുന്നതിനെ പരിത്യജിച്ചിരിക്കുന്നു. ഇത് ജഗത് സംരക്ഷണാർത്ഥമാണെന്ന് ആണ് കവികൾ പറയുന്നത്. താൻ കണ്ണുകൾ അടച്ചാൽ ഈ ജഗത്തൊക്കെയും ഇല്ലാതെയാകും എന്നതുകൊണ്ട് സദാ നിൻ തിരുവടി തൻ്റെ നയനങ്ങളെ തുറന്നു വച്ചിരിക്കുന്നു, ലോക സംരക്ഷണത്തിനായി എന്ന് സാരം. ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി എന്ന അമ്മയുടെ മാഹാത്മ്യം അപാരമാണെന്ന് താൽപ്പര്യം. ശ്ലോകം 56. തവാപർണേ കർണേ ജപനയന പൈശൂന്യചകിതാ നിലീയന്തേ തോയേ നിയതമനിമേഷാ ശബരികാഃ ഇയം ച ശ്രീർബദ്ധച്ഛദപുടകവാടം കുവലയം ജഹാതി പ്രത്യൂഷേ നിശിജവിഘടയ്യ പ്രവിശതി. പെൺമീനുകളോടും കരിങ്കൂവള പൂക്കളോടുമാണ് കണ്ണുകളെ കവികൾ പലപ്പോഴും ഉപമിക്കാറ്. ഇവിടെ അമ്മയുടെ നേത്രങ്ങളെ ഇവയോട് താരതമ്യം ചെയ്യുകയാണ്. അല്ലയോ പർവ്വതരാജപുത്രിയായ പാർവതി, നിൻ തിരുവടിയുടെ കർണങ്ങളോളം നീളമുള്ള അതീവ സൗന്ദര്യം നിറഞ്ഞ വിടർന്ന കറുത്ത നയനങ്ങൾ കണ്ട് പെൺമീൻ കുഞ്ഞുങ്ങൾ സദാ ജലത്തിനടിയിൽ തന്നെ കഴിയുന്നു. കാരണം നിൻ തിരുവടിയുടെ കണ്ണുകളുടെ മനോഹാരിതയോട് വെല്ലാൻ തങ്ങൾക്കാവില്ലെന്നും അതുകൊണ്ട് അവിടുത്തെ നേത്രങ്ങൾ ഏഷണി ചെയ്യും, അതായത് കളിയാക്കും എന്നും കരുതിയാണ് പെൺമീൻ കുഞ്ഞുങ്ങൾ സദാ ജലത്തിനടിയിൽ കഴിയുന്നത്, കണ്ണു ചിമ്മാതെ കഴിയുന്നത് എന്ന് നിശ്ചയം. കവിയുടെ സന്ദേഹമാണിത്. ശ്രീ ലക്ഷ്മി സദാ കരിങ്കൂവളപ്പൂവിൽ നിവസിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രീ ലക്ഷ്മീ ദേവിയും അടയ്ക്കപ്പെട്ട ഇതളോടുകൂടിയ കരിങ്കൂവളപ്പൂവിനെ പ്രാതകാലത്ത് ഉപേക്ഷിക്കുകയും രാത്രി ഇതളുകളാകുന്ന വാതിലുകൾ തുറന്ന് ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. കാരണം പ്രാതകാലത്ത് നിൻ തിരുവടിയുടെ വിടർന്ന നയനേന്ദീവരത്തിൽ ശ്രീലക്ഷ്മി പ്രവേശിക്കുകയും അവിടെ അധിവസിക്കുകയും ചെയ്യുന്നു. രാത്രി നിദ്ര നിമിത്തം കൂമ്പിപ്പോയ നിൻ തിരുവടിയുടെ നേത്രങ്ങളെ വിട്ട് ശ്രീലക്ഷ്മി ഇന്ദീവര പുഷ്പത്തെ തുറന്ന് അതിനകത്ത് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം രാത്രി ഇന്ദീവര പുഷ്പത്തിലും
പകൽ നിന്തിരുവടിയുടെ നേത്രങ്ങളിലുമല്ലാതെ ശ്രീലക്ഷ്മി മറ്റെവിടെയും അധിവസിക്കുന്നില്ല എന്ന് അതിശയോക്തിയോടെ പറയുകയാണ് ഇവിടെ. തവാപർണേ കർണേ ജപനയനപൈശൂന്യചകിതാ നിലീയന്തെ തോയേ നിയതമനിമേഷാശഭരികാഃ ഇയം ച ശ്രീർബദ്ധച്ഛദപുടകവാടം കുവലയം ജഹാതി പ്രത്യൂഷേ നിശിചവിഘടയ്യ പ്രവിശതി. ശ്ലോകം 57. ദൃശാദ്രാഘീയസ്യ ദരദളിതനീലോൽപലരുചാ ദവീയാംസം ദീനം സ്നപയ കൃപയാ മാമപി ശിവേ. അനേനായം ധന്യോ ഭവതി ന ച തേ ഹാനിരിയതാ വനേ വാ ഹർമ്യേ വാ സമകരനിപാതോ ഹിമകരഃ. ദൃശാദ്രാഘീയസ്യ ദരദളിതനീലോത്പലരുചാ ദവീയാംസം ദീനം സ്നപയ കൃപയാ മാമപി ശിവേ. അനേനായം ധന്യോ ഭവതി ന ച തേ ഹാനിരിയതാ വനേ വാ ഹർമ്യേ വാ സമകരനിപാതോ ഹിമകരഃ. അമ്മയുടെ ദൃഷ്ടി ഏൽക്കണമേ എന്ന അതിയായ ആഗ്രഹത്തോടുകൂടി വീണ്ടും പറയുകയാണിവിടെ. അല്ലയോ നിന്തിരുവടി, സർവമംഗളയായ ദേവി, എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന ജഗജ്ജനനി, അല്പം വിടർന്ന അതിമനോഹരമായ നീലത്താമര പോലെ കാന്തിയേറിയ അവിടുത്തെ കടാക്ഷം ഏറ്റവും സാധുവും ദരിദ്രനുമായ എന്നിൽ പതിയണമേ. ആ ദൃഷ്ടിയാൽ, ആ കടാക്ഷം കൊണ്ടുണ്ടായ അനുഗ്രഹാഭിഷേകത്താൽ ഞാൻ എത്രയോ കൃതാർത്ഥനായിത്തീരും. എൻ്റെ മേൽ ആ കരുണാകടാക്ഷം ഏൽക്കുന്നതുകൊണ്ട് നിന്തിരുവടിക്ക് യാതൊരു നഷ്ടവും വരുന്നില്ല. കരുണയോടെ ആ ദൃഷ്ടി എന്നിലേക്കും വർഷിച്ചാലും. അല്ലയോ നിന്തിരുവടി, ഹിമകരൻ, അതായത് ചന്ദ്രൻ, തൻ്റെ ശീതകിരണങ്ങൾ അരണ്യത്തിലും വലിയ ഹർമ്മ്യങ്ങളിലും ഒരേപോലെ പതിപ്പിക്കുന്നില്ലേ? അതായത് കാടുകളിലും മേടുകളിലും വലിയ കൊട്ടാരങ്ങളിലും എല്ലാം ശീതകിരണൻ്റെ ആ കിരണങ്ങൾ പതിക്കുന്നത് ഒരേപോലെയാണ്. എവിടെയും ഒരു വ്യത്യാസവും അദ്ദേഹം ചെയ്യുന്നില്ല. ഒരേപോലെയാണ് എല്ലായിടവും വർഷിക്കുന്നത്. അതേപോലെ അമ്മയുടെ ദൃഷ്ടിയും ഈ സാധുവായ ദരിദ്രനായ എന്നിൽ കൃപയോടെ ആ കരുണ ചൊരിഞ്ഞാലും ആ ദൃഷ്ടി എന്നിൽ പതിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ ശ്ലോകം മാത്രമായിട്ട് നിത്യവും ചൊല്ലാവുന്നതാണ്. അമ്മയോടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ഇത് ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. അമ്മയുടെ അപാരമായ അനുഗ്രഹ ആശിസ്സുകൾ ഏവരിലും വർഷിക്കട്ടെ. ദൃശാദ്രാഘീയസ്യ ദരദളിതനീലോത്പലരുചാ ദവീയാംസം ദീനം സ്നപയ കൃപയാ മാമപി ശിവേ. അനേനായം ധന്യോ ഭവതി ന ച തേ ഹാനിരിയതാ വനേ വാ ഹർമ്യേ വാ സമകരനിപാതോ ഹിമകരഃ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.